കർത്താവേ, നീ എല്ലാ ജനതയും ആദ്യമുതൽ എന്നേക്കും ആമേൻ. എന്റെ മകനീയമായ ശ്രീപുത്രന് ഞങ്ങൾ ആരാധനയും സമർപ്പിക്കുന്നു. സർവേശ്വരാ, സ്വീകരണത്തിനൊരു ദൈവമേ, കാരണദാനം മോഹനഗാനം അത് കേട്ടുണരും കീർത്തനമോ
വരാന്ന് മൃതസംസ്കാര ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുകയാണ്. മാതാവിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന മക്കൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി ഈ മൃതസംസ്കാര ചടങ്ങിൽ പങ്കുചേരാം. അനുദപിക്കുന്ന പാപികളെ വിളിക്കുന്ന നിത്യസംഗതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും ആകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുഴലിക്കാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അതിനിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മണ്ണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പി നിർത്താൻ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദാസുരാത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ദ്രവനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമത്തെ സൃഷ്ടിച്ചവൻ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയരാകും മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ത്രിപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേൻ. മഹിമയുടെ സഹോദരരെയും വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെയും മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരുടെ കൂടി മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പഴയ തലമുറയിൽ ഒരു സ്ത്രീരക്തം നമ്മിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും സുപരിചിതയും പ്രിയങ്കരമായ മുഴുവൽപ്പുറത്ത് ഫിലിപ്പിയന്റെ ഭാര്യ ഏലുക്കുട്ടി അമ്മച്ചിയാണ് നമ്മൾ വേർപിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം 3:30 മണിയോടെയാണ് മരണം സംഭവിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച്. ഈ മരണം തികച്ചും ആകസ്മികമായിരുന്നില്ല. അതേസമയം കഴിഞ്ഞ തിങ്കളാഴ്ച അമ്മച്ചി മരിക്കുമെന്ന് നമ്മളാരും കരുതിയിരുന്നുമില്ല.
കാര്യമായ അസുഖമില്ലായിരുന്നു. ദേഹത്ത് ശക്തമായ വേദന അനുഭവപ്പെട്ടു. അത് സാധാരണ വേദന അനുഭവപ്പെട്ടു. പയ്യാർ മീൻസ് ആശുപത്രി കാണിച്ചു. വിദഗ്ധ പരിശോധനയ്ക്ക് പരിഹാരത്തിൽ കൊണ്ടുപോയി. അവർക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവസാനം പരിശോധിച്ചപ്പോൾ അസ്ഥി പൊട്ടിപ്പോയതെന്ന് വരെ മനസ്സിലായി. എന്തായാലും അങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അമ്മച്ചി കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മരണമടയുകയാണുണ്ടായത്. ഈ മുഴുവൻപുറത്ത് കുടുംബമായിട്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ പരിചയമുള്ളതാണ്. പെൽപ്പിയായിട്ട് ഇവിടെ നിറഞ്ഞ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഏലുകുട്ടി അമ്മച്ചിയെ അടുത്തറിയാം. അമ്മച്ചിയുടെ മൂലകുടുംബം കോട്ടയം ജില്ലയിലെ മകടാലയത്താണ്. മാക്കിയിൽ പാലശ്ശേരി കുടുംബമാണ്. ഞാൻ അവിടെയും വികാരിയായിരുന്നു. ആ പാലശ്ശേരി കുടുംബമായിട്ട് അടുപ്പമുണ്ട്. അങ്ങനെ വെളുവിലപ്പുറ കുടുംബവും പാലശ്ശേരി കുടുംബവും മാക്കിയിൽ പാലശ്ശേരി കുടുംബം തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനായിട്ട് ഈ കുടുംബമായുള്ള ബന്ധം ഈ പെൽപ്പിയേട്ടനും ഏലുകുട്ടി അമ്മച്ചിയുമായി ബന്ധപ്പെട്ട് സഹായകമായി ചെയ്തു. അങ്ങനെ ഇവരെ പറ്റി പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ അമ്മച്ചിയെ പറ്റി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. സമയക്കുറവുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കഥ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഒരിക്കലും രാജാവ് ഒരു കൽപ്പന രാജവിളംബരം നടത്തി. പ്രായം ചെന്ന എല്ലാ വ്യക്തികളെയും വനത്തിൽ ഉപേക്ഷിച്ചു പോവുക. ഈ കൽപ്പന കേട്ടപ്പോൾ അതിന് വിയോജിച്ചവരുണ്ട്, വിയോജിച്ചവരും അനുകൂലിച്ചവരും ഉണ്ട്. എന്നാൽ ഒരു മകൻ ആ കൽപ്പന നടപ്പാക്കിക്കൊണ്ട് തൻ്റെ അമ്മയെയും കുട്ടിക്കൊണ്ട് വനത്തിലേക്ക് പോവുകയാണ്. ഘോരമായ വനം, മുൾപ്പടർപ്പുകളും കാടുമൊക്കെ നിറഞ്ഞ വനത്തിലൂടെ അമ്മയും മകനോട് പോവുകയാണ്. എന്തിനു പോകുന്നതെന്ന് മകൻ അമ്മയോട് പറഞ്ഞിരുന്നുമില്ല. പോകുന്ന വഴിയെ ആ മകൻ്റെ കയ്യിൽ വാക്കത്തി കൊണ്ട് കാടൊക്കെ വെട്ടിത്തെളിച്ച് നടന്നു പോകാൻ വഴിയുണ്ടാക്കി അവൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴി കുറേ കഴിഞ്ഞപ്പോൾ മകൻ തിരിച്ചു നോക്കിയപ്പോൾ അമ്മയെ വളരെ പുറകിലാണ്. അടത്തി നോക്കിയപ്പോൾ അമ്മ തൻ്റെ ഊന്നുപൊടി കൊണ്ട് ആ മുളപ്പുഴകളൊക്കെ അടിച്ചൊതുക്കി ഇരിക്കുകയാണ്. അപ്പോൾ ആ മകൻ അരിശപ്പെട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എന്ത് വിഡ്ഢിത്തരമായി കാണിക്കുന്നത്? അപ്പോൾ അമ്മ വളരെ സൗമ്യം പറഞ്ഞു, മകന് നിനക്ക് വിഡ്ഢിത്തരമായി തോന്നാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ എന്നെ വനത്തിൽ ഉപേക്ഷിച്ച് മടങ്ങി പോകുമ്പോൾ നിന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന്. ആ വിഡ്ഢിത്തത്തിൽ നമ്മൾ പറയുന്ന സ്നേഹം, അതിന് നമ്മൾ സ്നേഹമെന്നാണ് പറയുക. അപ്പോൾ ആ സ്നേഹം ഒരു സ്നേഹമല്ല. അമ്മച്ചി മകൻ്റെ ദൃഷ്ടിയിൽ അമ്മച്ചി കാണിച്ച വിഡ്ഢിത്തരം നമ്മൾ സ്നേഹമെന്ന് പറയും. ആ സ്നേഹം ശത്രു സ്നേഹത്തേക്കാൾ ഉപരിയാണ്. ശത്രുക്കളാൽ ഉപരിയായ സ്നേഹം, അതിനാണ് കരുണാദ്ര സ്നേഹം എന്ന് പറയുന്നത്. പരിശുദ്ധ മാർപ്പാപ്പ ഈ വർഷം കരുണാപക്ഷം പ്രഖ്യാപിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ സ്വർഗരാജ്യത്തിന്റെ തുറമുഖത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർക്കുകയും മിശിഹായെ കരയുന്നവരെ കണ്ണുനീർക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു.
ജീവനമുയരും ഞാനാകുന്നു. കരയരുദേവം കരുണയുടന്തികമർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ലേശനയായി യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയോടെ എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, അത് ഇപ്പോൾ പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ ശാശ്വത ഭാഗ്യം പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമലിവാ കാക്കണമെന്നേ. വിടവാങ്ങും നീ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമെന്നു ഞാൻ. സ്നേഹമുള്ളവരെ, മഴയായതുകൊണ്ട് കുടയുള്ളവരൊക്കെ മറ്റുള്ളവരെയും കൂട്ടുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വാഹനമുള്ളവരും വാഹനത്തിൽ പരമാവധി ആൾക്കാരെ കയറ്റുവാനായിട്ട് ശ്രമിക്കുക.
ഞാൻ സന്തോഷിച്ചു അണയുന്നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോ ശരണവും അരുളിടാം. കർത്താവിനെ ഞങ്ങൾ പ്രകീർത്തിക്കും. ഹൃദയാൽ തന്നെ ഹൃദയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ചിന്തമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. വിശ്വനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറിപ്പോ നാഥനയക്കുന്നു. ദുഷ്ടനുമിടയിൽ ശിഷ്ടനുമൊരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചതിലെ കൈകൾ വെച്ചോ. തോളിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുദ്ധാരം. നീതിമാന്മാർക്കന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരകയ്ക്കും ജീവനവർക്കേകും. വിശുദ്ധനും അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേറും സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. ആദ്യം മുതൽ നീക്കും യേശോനാഥ മരണവും ഉയരും കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. അവർക്ക് നല്ലവർക്ക് സുഖഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ നിന്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ഇയാളെ തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉറപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജയിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവിനെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുന്ന പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലുകളുമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നിവരോടുണ്ടായിരിക്കും. സ്വർഗരാജ്യം മുദ്രിക്കുന്നവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹായികൾ ചെയ്ത എല്ലാവർക്കും കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഈ അപേക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കാം. നവജീവിതവും അറിയിച്ചു
തിരുസന്ദേശം വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. വിശുദ്ധമായ തൈലത്താൽ അഭിഷിക്തമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശ്വസിപ്പിക്കണമേ. അതിലേ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ദിവചരത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതു ഭാഗത്ത് നിർത്തുവാനാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധമായ കൂദാശകൾ അത്യുന്നതനായ ദൈവത്തിന്റെ ആസനത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധിതാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടന്ന് നിർത്തണമേ നല്ല ഫലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് ഭയം നീ നൽകണമേ മധുനായസ്സും. കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ വൈക്കണമേ നിത്യതയാലെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബപുത്രൻ റൂഹായി മൃതനാമിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്തൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പറഞ്ഞു കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ തന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മിശിഹാ കർത്താവിൻ ദാസി
നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമസ്തുതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമസ്തുതിയോടെ ചരിതകളാം സാറായേലീശ മത്തയോടും കൂടെ കടശീലുത്താനും ഇടരാങ്കനി വന്നരുളത്തെ കർത്താവകിലേശൻ സംഗീതം നിന്നെ വിളിക്കട്ടെ. നടന്നിടുവിൻ പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കും പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാനിപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാർഗദർശനത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർവിട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.